മകരവിളക്ക് മഹോത്സവത്തിന് സന്നിധാനം ഒരുങ്ങി. സന്നിധാനത്തും മറ്റ് ഇടത്താവളങ്ങളിലും പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് മകരജ്യോതി ദർശിക്കുന്നതിനായി കാത്തുനിൽക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തീർത്ഥാടകരെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താൻ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വൈകിട്ട് 5:30 സന്നിധാനത്തെത്തും. അരുൺ പാറയ്ക്കൽ കൂടുതൽ വിവരങ്ങൾ നൽകും പണ്ടിത്താവളത്ത് നിന്ന്. അരുൺ, എന്താണ് അവിടെയുള്ള ഇപ്പോഴത്തെ അവസ്ഥ? ഈ പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ അവിടേക്ക് ഇപ്പോൾ കടത്തിവിടുന്നുണ്ടോ? നിലയ്ക്കലിൽ നിന്ന് ആളുകൾക്ക് ഇപ്പോൾ എന്തായാലും പമ്പയിലേക്ക് എത്താൻ കഴിയുന്നില്ല. പമ്പയിൽ കുറെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടല്ലോ, അവർക്ക് ഈ സമയത്ത് മല ചവിട്ടാൻ കഴിയുമോ? പണ്ടിത്താവളത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. എന്തായാലും വിജയകുമാർ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്, അതായത് പമ്പയിൽ നിന്നുള്ള തീർത്ഥാടകരെ 11 മുതൽ ഇങ്ങോട്ട് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസും ദേവസ്വം ബോർഡുമൊക്കെ കടന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ ഏകദേശം 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ ദർശനത്തിനെത്തിയ തീർത്ഥാടകർ പലരും മടങ്ങിപ്പോയിട്ടില്ല എന്നതാണ് പ്രത്യേകത. ഇങ്ങനെ പർണശാലകൾ കെട്ടി തമ്പടിച്ചുകൊണ്ട് അവർ ഇവിടെ താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. പണ്ടിത്താവളത്തെ വ്യൂ പോയിന്റിൽ മാത്രമാണ് ഇത്രയധികം തീർത്ഥാടകർ തമ്പടിക്കുന്നത്. ഇവിടെ നല്ല ചൂടുണ്ട്, ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ട്, രാവിലെയുള്ള സമയങ്ങളിൽ നല്ല തണുപ്പാണ്. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഒരു നിമിഷത്തെ, അതായത് മകരജ്യോതി ദർശനത്തിന് വേണ്ടി, വൈകുന്നേരത്തെ മകരജ്യോതി ദർശനത്തിന് വേണ്ടി ഈ തീർത്ഥാടകർ ഇവിടെ ഇങ്ങനെ കാത്തു കിടക്കുന്നത്. അവർക്ക് ആ ഒരു ദർശനം അത് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒറീസ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, കേരളത്തിലെ വിവിധ ജില്ലകൾ ഉൾപ്പെടെ ആളുകൾ, തീർത്ഥാടകർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സന്നിധാനത്തെ 18-ാം പടി കയറിയ ആളുകളുടെ എണ്ണം 50,000-ത്തോളം ആയിരിക്കുന്നു. മണിക്കൂറിൽ 3000-ത്തിലധികം ആളുകൾ 18-ാം പടി കയറുന്നുണ്ട്. എന്തായാലും ഈ സമയത്ത് തിരക്ക് കുറച്ച് കുറവുണ്ട്. രാവിലെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു, ഈ സമയത്ത് തിരക്ക് കുറവുണ്ട്. പോലീസും വനം വകുപ്പും ദേവസ്വം ബോർഡുമൊക്കെ നല്ല രീതിയിലുള്ള സുരക്ഷ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ തമിഴ്നാട് സർക്കാർ 80 ലക്ഷം ബിസ്ക്കറ്റുകളാണ് ഇങ്ങനെ എത്തുന്ന തീർത്ഥാടകർക്ക് നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ആ 80 ലക്ഷം ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ 350 ജീവനക്കാരെ പുതുതായി ചുക്കുവെള്ളം വിതരണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. അവർ കുടിവെള്ള വിതരണവുമായി തീർത്ഥാടകർക്കിടയിൽ തന്നെയുണ്ട്. 2500-ലധികം പോലീസുകാരെ സന്നിധാനത്ത് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. പാഞ്ചാലിമേടുള്ള സ്ഥലങ്ങളിൽ, പാഞ്ചാലിമേട്, നിലയ്ക്കൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 1000-ലധികം പോലീസുകാർ അധികമായി നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ സന്നിധാനത്ത് 250 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നു. അതായത് ഉന്നത ഉദ്യോഗസ്ഥരെ 250 പേരെ ഇന്നത്തേക്ക് 15-ാം തീയതി ഈ മകരവിളക്ക് ദിനമായ ഇന്നത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുന്നത് പണ്ടിത്താവളത്ത് നിന്നാണ്. അവിടെ പർണശാലകളൊക്കെ തയ്യാറാക്കി 10,000-കണക്കിന് ഭക്തർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് ദേവസ്വം ബോർഡും പോലീസുമൊക്കെ. അതുപോലെ ഇതുപോലെയുള്ള ഇടത്താവളങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മകരജ്യോതി ദർശനത്തിന്. തിരുവാഭരണ ഘോഷയാത്ര നേരത്തെ നിലയ്ക്കൽ എത്തിയിരുന്നു, അത് സന്നിധാനത്തേക്കുള്ള യാത്രയിലാണ്. വൈകുന്നേരം ഏതാണ്ട് 5 മണിയോടുകൂടി 5:30 അത് ശരംകുത്തിയിലെത്തുകയും ചെയ്യും.